ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാക്കുന്ന നല്ലൊരു വീഡിയോ കേട്ടോ. ഞങ്ങൾക്ക് നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ആവട്ടെ. അപ്പോൾ ഇതാക്കുന്ന ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ കോഴിനെ അടവെക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാട്ടോ ഇത്. അപ്പോൾ ഇതാക്കുന്ന നമ്മളെ വീട്ടിലേക്ക് കുറച്ച് മെമ്പറൊക്കെ കടന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാക്കുന്ന ഞങ്ങളെ സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ ഇതാ നമ്മളെ കോഴിക്കുഞ്ഞൊക്കെ നന്നായിട്ട് തന്നെ കോഴിമുട്ടയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കത്തിലും കൊത്ത് വീണിട്ടുണ്ടല്ലോ ആ കോഴിമുട്ടയിൽ. അപ്പോൾ രാവിലെ പോയി നോക്കുമ്പോഴാട്ടോ കണ്ടത്. വിരിഞ്ഞൊന്ന് പോയി നോക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്തുനിന്ന് പിന്നെ അങ്ങോട്ട് വരികയില്ല. അപ്പോൾ അത്രയും ഒരു സന്തോഷമായിട്ടോ നമ്മളെ കോഴികളൊക്കെ ഇതേപോലെ അടവെച്ച് വിരിയുമ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് പിന്നെ അങ്ങോട്ട് വരികയില്ല. പിന്നെ അതിന് ഒരു സ്വൈര്യം ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയുള്ള സ്ഥിതി. അപ്പോൾ നമ്മുടെ കോഴിമുട്ടയിലെല്ലാം തന്നെ കൊത്ത് വീണിട്ടുണ്ട്. അപ്പോൾ 13 കോഴിമുട്ടയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് മുമ്പ് ഞാൻ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കോഴിമുട്ട കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ എല്ലാ കോഴിമുട്ടയിലും കൊത്ത് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ കോഴിമുട്ടയും എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കോഴിനെ അടവെച്ച ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് 13 മുട്ട വെച്ചപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ ഒരു ചൂടത്ത് വിരിയോ ഇല്ലേ, അല്ലെ കറക്റ്റ് ചൂട് കിട്ടുമെന്നൊക്കെ. അപ്പോൾ ആരും അങ്ങനെ ഈ ഒരു സമയത്ത് വെക്കലില്ല ഈ ഒരു ചൂടും. അതേപോലെ കോഴിമുട്ട കരങ്ങിപ്പോയി, അതേപോലെ ഈ കോഴിപ്പേൻ്റെ ഒരു ശല്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് വെച്ചാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമുക്ക് 12 കോഴിമക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. 12 കോഴിമക്കൾ നമുക്ക് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ലാസ്റ്റ് ഒരു കോഴിക്കുഞ്ഞായിരുന്നു കോഴിമുട്ട വിരിഞ്ഞിറങ്ങിയില്ല. അതിലൊരു ഉഷാറില്ലായിരുന്നു കേട്ടോ കോഴിക്കുഞ്ഞിന്. പക്ഷേ അത് ചത്തുപോയിട്ടുണ്ടായിരുന്നു. ബാക്കി 11 കോഴിമക്കൾ നമുക്ക് നല്ല ഉഷാറായിട്ട് തന്നെ നമ്മളെ കിട്ടിയിട്ടുണ്ട്. ഇനി 5 കോഴിമുട്ടയും കൂടി നമുക്ക് വിരിയാനുണ്ട് കേട്ടോ. ഇത് രാവിലെ പോയി നോക്കിയപ്പോഴായിരുന്നു കൊത്ത് വീണിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഒരു ഇതൊക്കെ നമ്മളെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉഷാറായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അടവെച്ച ഒരു പാത്രത്തിൽ തന്നെയായിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ ബാക്കി വിരിയാനുള്ള കോഴിമുട്ടയും കൂടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് നമ്മൾ വേറെ ഒരു ഭാഗത്തേക്ക് മാറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ ഈ ഒരു ചൂട് സമയത്ത് തന്നെ കോഴിപ്പേന ഉണ്ടാവും വിരിഞ്ഞിറങ്ങിയത് കൊണ്ട് തന്നെ. പക്ഷെ കോഴിപ്പേനൊന്നുമില്ല, ഇപ്പോൾ കോഴിപ്പേനൊന്നുമില്ല. ഇനി ഉണ്ടാവുമെന്നറിയില്ല. പക്ഷേ ഇപ്പോൾ നമ്മളെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞിനൊന്നും കോഴിപ്പേനൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡെയിലി ഓരോരോ പണിയാണ്. ഇനിയിപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിയതുകൊണ്ട് തന്നെ അവരെ തീറ്റയിലും വെള്ളത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി പണി കൂടി എന്ന് വേണം പറയാൻ. എന്നാലും കുഴപ്പമില്ല, കുറേ സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് കുറേ കുഞ്ഞുമക്കളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമല്ലേ. ഇനി ഇവരെ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ദൗത്യം മാത്രമേ ഉള്ളൂ. ആദ്യമൊക്കെ നമ്മളെ കയ്യിൽ കോഴികൾ 2-3 ഒരു സമയത്ത് വെക്കലുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ഇതേപോലെ ഒരേ സമയത്താണല്ലോ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങും. ആ ഒരു ഇതിൽ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഒരു 2 ദിവസമൊക്കെ കഴിയും നമ്മളൊരു തള്ളക്കോഴിക്ക് ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറേ ആയി വിരിഞ്ഞിറങ്ങിയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. കുറച്ച് തള്ളക്കോഴിൻ്റെ ഒപ്പം നിർത്തിയിട്ട് പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ മാത്രം വേറെ ആക്കാമെന്ന് അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പൊതുവേ ഇൻക്യുബേറ്ററിലൊക്കെ വിരിഞ്ഞിറക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെയും അതേപോലെ അടവെച്ച് വിരിച്ചിറക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഒരു ബ്രൂഡറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അങ്ങനെയാട്ടോ നോക്കിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വെക്കുന്നില്ല. ഇൻക്യുബേറ്ററിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ തള്ളക്കോഴിൻ്റെ അപ്പുറം കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി അതിനൊരു സന്തോഷ വാർത്ത, നമ്മളൊരു കോഴിയും കൂടി പൊരുത്തിലായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനൊരു കോഴിനെ പൊരുത്തിൽ വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ കാണിച്ചില്ലേ. അതല്ല കേട്ടോ, നമ്മൾ വേറൊരു കോഴിയും കൂടി നമ്മളിവിടെ വിരിഞ്ഞിറങ്ങിയ ഒരു ചെറിയൊരു കോഴിമക്കളാട്ടോ. നമ്മൾ ആദ്യത്തെ 6-7 മാസമായിട്ടേ ഉള്ളൂ. മുട്ടയിട്ട് കഴിഞ്ഞ് ഇപ്പോൾ പൊരുത്തായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കോഴിമുട്ടയൊക്കെ ഇന്ന് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ എന്തായാലും വേണ്ടില്ല, നല്ലൊരു ചൂടാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നമ്മളെ മുട്ടയൊന്നും നാശമായി പോവാതെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങട്ടെ എന്നൊരു സന്തോഷമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ തള്ളക്കോയും കുഞ്ഞുങ്ങളും ഇതാക്കുന്ന ഈ വിരിഞ്ഞിറങ്ങിയതിന് ശേഷം നമ്മൾ ഇതാക്കുന്ന ഇപ്പോഴാട്ടോ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. വിരിഞ്ഞിറങ്ങിയ ഒരു ദിവസം ഒന്നും കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാക്കുന്ന പിറ്റേന്ന് രാവിലെ ആട്ടോ ഞാൻ ഇതേപോലെ വെള്ളം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞി പാത്രത്തിലൊക്കെ വെള്ളം വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുക കേട്ടോ, അവർ കൊത്തി കുടിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ പച്ചമഞ്ഞൾ ചതച്ചിട്ട് കൊടുത്ത വെള്ളമാട്ടോ കൊടുത്തത്. പിന്നെ നമ്മൾ ഉപ്പുമാവൊക്കെ വെക്കുന്ന തരി റവ അല്ലേ, ആ റവയാട്ടോ ഞാൻ അവിടെ ഇങ്ങനെ നിലത്തിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നാളെ എന്തായാലും ഞാൻ ഇവിടുന്ന് കൂട്ടിലേക്ക് മാറ്റണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. നമ്മൾ പുതുതായിട്ട് ഇനി വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.